എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 2 നില വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടവും മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 150 മീറ്റർ മാറി വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു 2 നില വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്ന 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 വലിയ ബെഡ്റൂമോട് കൂടിയ ഒരു വീടാണ്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഈ വീട് ചെയ്തിട്ടുള്ളത് വാസ്തുപ്രകാരമാണ്. വടക്ക് ദർശനമാണ് വീട് നിൽക്കുന്ന. ഡോർ വന്നിട്ട് നമുക്ക് കിഴക്ക് ദർശനത്തിനാണ് ഡോർ വരുന്നത്. മുറ്റത്ത് നമുക്ക് 2 വലിയ കാർ വരെ ഇടാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീട്ടിൽ നമുക്ക് കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീട് നിൽക്കുന്ന നല്ല നിരന്ന ഫ്ലോട്ടിലാണ് വീട് നിൽക്കുന്നത്. വീട്ടിലോട്ട് വരുന്ന റോഡ് വന്നിട്ട് നമുക്ക് 4 മീറ്ററാണ് റോഡ് വരുന്നത്. ലോറി സൈറ്റാണ്. വീട് ചെയ്തിട്ടുള്ളത് ഒരു പ്രീമിയം ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. 3 കളർ കോമ്പിനേഷനിലാണ് വീടിൻ്റെ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ വേണ്ടി നമുക്ക് 11 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 14 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഗേറ്റ് വന്നിട്ട് നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്, നമ്മുടെ ഒരു നോർമൽ മടക്ക് ഗേറ്റും വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഗാർഡൻ വർക്ക് വരുന്നുണ്ട്. നമ്മുടെ കാർ പോർച്ച്, ഫസ്റ്റ് കാർ പോർച്ചിൻ്റെ അവിടെ നമുക്ക് ചെറിയ രീതിയിൽ ഗാർഡൻ വർക്ക് വരുന്നുണ്ട്. ഇവിടെയും ചെറിയ രീതിയിൽ ഗാർഡൻ വർക്ക് വരുന്നുണ്ട്. വീട്ടിൻ്റെ മുറ്റത്ത് ഈ കാണുന്ന സ്പേസിൽ നമുക്ക് വലിയൊരു ഇന്നോവ കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. ഈ വീടിനോട് ചേർന്നൊരു ഇൻവെർട്ട് കാർ പോർച്ച് വരുന്നുണ്ട്. അവിടെയും നമുക്ക് വലിയൊരു കാർ ഇടാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈ ക്വാളിറ്റി ഇൻ്റർലോക്കാണ് നമുക്ക് മുറ്റത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. വീട്ടിൽ നമുക്ക് CCTVയുടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്, സോളാറിൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണക്ഷൻ വന്നിട്ട് 3 ഫേസ് ആണ് നമ്മുടെ കണക്ഷൻ വന്നിട്ട്. കുടിവെള്ളത്തിന് നമുക്ക് മുറ്റത്ത് കിണർ വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. കിണർ വന്നിട്ട് നമുക്ക് മുറ്റത്താണ് കിണർ വന്നിട്ട് 52 അടിയാണ് വരുന്നത്. ഇപ്പോൾ തന്നെ അത്യാവശ്യത്തിന് വെള്ളവും വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 90 ലക്ഷം രൂപയ്ക്ക് അകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് സിറ്റ് ഔട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ പാനൽ വർക്കിന് ഉപയോഗിക്കുന്ന തേക്കാണ്. ഇത് നമുക്ക് ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് വരുന്നുണ്ട്. 4 സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയ ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. വീട്ടിലെ തൂണിൽ നമുക്ക് ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് തേക്കിലാണ് നമ്മൾ ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഡോർ ചെയ്തിരിക്കുന്ന പ്ലാവിലാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മൾ ഡോറിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീട് ഫേസിങ് വടക്ക് ദർശനവും നമുക്ക് വീട്ടിൻ്റെ അകത്തോട്ട് പ്രവേശനം കിഴക്ക് ദർശനത്തിനാണ് ഡോർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇനി അകത്തോട്ട് പോകാം. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 90 ലക്ഷം രൂപയ്ക്കകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ നമുക്കൊരു 150 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വലിയൊരു വില്ല കമ്മ്യൂണിറ്റി വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാള് വന്നിട്ട് വലിയൊരു ഹാളാണ് വരുന്നത്. നമ്മുടെ ഡൈനിങ് സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. TV യൂണിറ്റ് ഏരിയയിൽ നമുക്ക് 4 സീലിംഗ്, ഹാളിൽ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഫാം ലൈറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റിന്റെ ഏരിയ വന്നിട്ട് 16ക്ക് 12 നമ്മുടെ TV യൂണിറ്റിന്റെ ഏരിയ വന്നിട്ട്. നമ്മുടെ TV യൂണിറ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന എല്ലാം നമുക്ക് വുഡിലാണ് TV യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്ന ഫുൾ നമുക്ക് മഹാഗണിയാണ്. മഹാഗണി നമുക്ക് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് മാറ്റ് പോളിഷിലാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റിൽ നമുക്ക് 60 ഇഞ്ച് TV വരെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. നമുക്കിവിടെ TV യൂണിറ്റിൽ പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വയർ വന്നിട്ട് വി ഗാർഡിൻ്റെ വയറാണ് വരുന്നത്. നമ്മുടെ സ്വിച്ച് എല്ലാം വന്നിട്ട് നമുക്ക് പോളി ക്യാബിൻ്റെ സ്വിച്ചാണ് വരുന്നത്. കണക്ഷൻ വന്നിട്ട് 3 ഫേസ് ആണ് വരുന്നത്. അടുത്ത് നമുക്ക് വരുന്നത് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട് വലിയൊരു ഡൈനിങ് സെക്ഷൻ്റെ ഏരിയയാണ് വരുന്നത്. നമ്മുടെ വാഷ് ബേസ് കൗണ്ടർ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സെക്ഷനിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, നമ്മുടെ സ്പോൾ ലൈറ്റ് വരുന്നുണ്ട്, നമ്മുടെ ഫാം ലൈറ്റാണ് ഇവിടെയും വരുന്നത്. ഇവിടെ നമുക്ക് അകത്തെ കളർ വന്നിട്ട് നമുക്ക് നല്ല ലൈറ്റ് കളറാണ് വരുന്നത്. നമുക്കിവിടെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്, റോയൽ പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വരുന്ന ഈ ചെവിലിൽ നമുക്ക് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന് സ്റ്റെയർ ചെയ്തിരിക്കുന്ന വുഡിലാണ്. നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് 4 പാളിയുടെ കബോർഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂം, സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് 3 ബെഡ്റൂം വരുന്നത്. ഇതാണ് നമ്മുടെ വാഷ് ബേസ് കൗണ്ടർ വന്നിട്ട്. ഇത് നമുക്ക് ഫുൾ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 3 പാളിയുടെ ഒരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന ജാഗോറാണ്. പാനൽ വർക്ക് നമുക്ക് തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ക്ലിയർ പോളിഷാണ് നമുക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഡോറെല്ലാം നമുക്ക് പോളിഷാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14ക്ക് 12 ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് 4 പാളിയുടെ ഒരു വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. നമുക്ക് 4 സീലിംഗ് ഒക്കെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിലെ കബോർഡ് വർക്ക് വന്നിട്ട് നമുക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് 4 പാളിയുടെ കബോർഡ് വർക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്, ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് തടിയിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് മേക്കപ്പ് സെറ്റ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ചെറിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമ്മുടെ 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് വരുന്നുണ്ട്. 4 വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോർ നല്ല പ്രീമിയം ഡോറാണ് ആഡ് ചെയ്തിട്ടുള്ളത്.
ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിരിക്കുന്ന നമുക്ക് സെറയാണ്, ഫുൾ നമുക്ക് സെറയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ടെയിൽ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടെയിലാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സെക്ഷനിൽ നിന്ന് അടുത്ത് വരുന്ന നമ്മുടെ ഓപ്പൺ കിച്ചണാണ്. ഓപ്പൺ കിച്ചണിലോട്ട് പോകുന്നിടത്ത് നമുക്കിവിടെ റോയൽ പ്ലേ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു പാർട്ടീഷൻ, നമ്മുടെ തടിയിൽ വുഡിൽ നമുക്ക് പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും അതേപോലെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്, നമുക്ക് സ്പോൾ ലൈറ്റും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ സ്പോൾ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫോട്ടോസോ അതേപോലെ തന്നെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട്. ഓപ്പൺ കിച്ചണിൽ നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഫുൾ നമുക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ടെയിൽ വന്നിട്ട് നമുക്ക് 4x2 ടെയിലാണ് വരുന്നത്. നല്ല ഗ്രിപ്പുള്ള ടെയിലാണ്, നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെയിലാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്ക് ഫുള്ളും ചെയ്തിട്ടുള്ള തടിയിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊത്തു വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിൽ നമുക്ക് ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊത്തു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് LED ലൈറ്റും വരുന്നുണ്ട്. ഈ കാണുന്നത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊത്തു വർക്ക് ചെയ്തിട്ടുള്ളതിന് ഇതിൻ്റെ അകത്താണ് നമുക്ക് ഹോബ് വരുന്നത്. കിച്ചണിലെ ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് നല്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വാഷ് ബേസ് വരുന്നുണ്ട്. ഇവിടെയും വാഷ് ബേസിന് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നമുക്ക് സെറയാണ് വരുന്നത്. ഇത് നമുക്ക് വലിയൊരു ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആലുവ അടുപ്പ് അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റവ് ചെയ്യാന്നുള്ള ഒരു ഏരിയയാണ് വരുന്നത്. വർക്ക് ഏരിയ നമുക്ക് അഡീഷണൽ ഫ്രിഡ്ജ് വയ്ക്കാൻ വേണ്ടി ഒരു ഏരിയയും വരുന്നുണ്ട്. വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു വില്ല കമ്മ്യൂണിറ്റി ആണ് വരുന്നത്. ബാക്കിൽ നമുക്ക് നനയിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നുണ്ട്. പേസ്റ്റ് ഒഴിയുടെയും ഡ്രെയിനേജിൻ്റെയും മാൻഹോൾ നമുക്ക് ബാക്കിലാണ് വരുന്നത്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയർ ചെയ്തിരിക്കുന്ന ഫുൾ നമുക്ക് വുഡിലാണ്, അൽക്കേഷ്യയിലാണ് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു പ്രൊഫൈൽ ലൈറ്റും വരുന്നുണ്ട്. സ്റ്റെയറിൽ നമുക്ക് ഈ കാണുന്ന ഹാൻഡിൽ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് തടിയിലാണ്. ഇത് നമുക്ക് ഒറ്റ തടിയിലാണ് ഈ ഡിസൈൻ വർക്കെല്ലാം കൊത്തിയെടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കയറി വരുന്ന ഈ സെൻറ്റർ ചെവിൽ നമുക്കൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ ഫുള്ള് നമുക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് മാറ്റ് പോളിഷ്, നമുക്ക് നല്ല ഗ്രിപ്പിന് വേണ്ടി മാറ്റ് പോളിഷാണ് നമുക്ക് സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ അതിവിശാലമായിട്ടുള്ള ഒരു ഹാള് വന്നിട്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു TV യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു കമ്പ്യൂട്ടർ സ്റ്റാൻഡ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗും ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, സ്പോൾ ലൈറ്റും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് തടിയിലാണ്. ഇവിടുത്തെ കബോർഡ് വർക്ക് ഫുള്ളും ചെയ്തിട്ടുള്ള തടിയിലാണ്. ഇത് നമുക്ക് പാനൽ വർക്ക് ഉപയോഗിക്കുന്ന തടിയാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സ്റ്റാൻഡാണ് വരുന്നത്. വർക്ക് ഏരിയയുടെ ഹൗസ് സൈഡിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ടാമത്തെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x14 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 പാളിയുടെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് 4 സീലിംഗ് ഒക്കെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 4 പാളിയുടെ ഒരു കബോർഡ് വർക്കാണ് വരുന്നത്. ഇതിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇത് നമുക്ക് ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം, വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന ഫുൾ സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇവിടെ നമുക്ക് വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് ഈ വില്ലയ്ക്കകത്ത് വർക്കൊക്കെ നടക്കുന്നുണ്ട്. ചെറിയൊരു സൗണ്ടിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 പാളിയുടെ ഒരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കബോർഡ് വർക്ക് വന്നിട്ട്. ഇത് നമുക്ക് 4 പാളിയുടെ കബോർഡ് വർക്കാണ് വരുന്നത്. ഫസ്റ്റ് ബെഡ്റൂമിൽ കണ്ട അതേ ഡിസൈനിൽ തന്നെ ഇവിടെ ഒരു മേക്കപ്പ് സെറ്റും ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അപ്പോസ് വർക്കും വരുന്നുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂമിലെ കബോർഡ് വർക്ക് വന്നിട്ട്. കബോർഡ് നമുക്ക് 3 പാളിയുടെ കബോർഡ് വർക്കാണ് വരുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. വലിയ വാഷ്റൂമാണ്. ഇവിടെ നമുക്ക് ഫിറ്റിംഗ്സിൽ വെച്ചിരിക്കുന്ന സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമ്മുടെ ബാൽക്കണിയാണ്. ഈ കാണുന്നതിന് നമ്മുടെ ബാൽക്കണി വന്നിട്ട് വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് നമ്മുടെ പ്രൊഫൈലായിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്.
ഇവിടെ നമുക്ക് പാനൽ വർക്ക് വലിയ രീതിയിൽ തന്നെ പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് തടിയിലാണ് പാനൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഹാൻഡിൽ വർക്കിന് ഉപയോഗിക്കുന്ന സ്റ്റീലാണ്. ഇത് നമുക്ക് ഗ്ലാസും വരുന്നുണ്ട്. ബാൽക്കണിയിൽ നമ്മുടെ തൂണിൽ നമുക്ക് ഗ്ലാഡിയം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് തടിയിലാണ് ഗ്ലാഡിയം വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ സൈലൻറ്റ് ഏരിയയാണ്. ഈ വില്ലയ്ക്കകത്ത് വന്നിട്ട് നമുക്കൊരു സൈലൻറ്റ് ഏരിയയാണ്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നമുക്കൊരു 150 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വില്ലയ്ക്കകത്ത് നമുക്ക് ഏകദേശം ഒരു 12 വീട് അടുപ്പിച്ചുണ്ട്. 2-3 വീട്ടിൽ നമുക്ക് ആൾതാമസം വരുന്നുണ്ട്. ഈ വില്ലയ്ക്കകത്ത് നിന്ന് ഒരു 500 മീറ്റർ മാറി നമുക്ക് പെട്രോൾ പമ്പും മാർജിൻ ഫ്രീ മാർക്കറ്റ് എല്ലാം തന്നെ വരുന്നുണ്ട്. ഈ വില്ലയ്ക്കകത്ത് വെജിറ്റബിൾസും ഫിഷൊക്കെ നമുക്ക് കൊണ്ടുവരാൻ ആളുണ്ട്. ഈ വില്ലയിൽ നിന്നും ആഴ്ചയിൽ ഒരിക്കൽ പ്ലാസ്റ്റിക് എടുക്കാൻ സർക്കാരിൻ്റെ ഹരിതസേനയുടെ ആൾ വരുന്നുണ്ട്. ഫുഡിൻ്റെ വേസ്റ്റ് എടുക്കാൻ 2 ദിവസത്തെ ഒരിക്കൽ ഫുഡിൻ്റെ വേസ്റ്റ് എടുക്കാനും ആൾ വരുന്നുണ്ട്. ഈ വീട് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടാവ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 150 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് നിൽക്കുന്നത്. 4 സെന്റിൽ പണി കഴിപ്പിച്ച ഒരു വീടാണ്. 2000 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷൻ വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് 2 വലിയ കാർ വരെ ഇടാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീട് നിൽക്കുന്ന വടക്ക് ദർശനത്തിനാണ്. ഡോർ നമുക്ക് കിഴക്ക് ദർശനത്തിനാണ് ഡോറിന്റെ പ്രവേശനം. ഈ വീട്ടിൽ നമുക്ക് CCTVയുടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. സോളാറിന്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 ഫേസ് ആണ് നമ്മുടെ കണക്ഷൻ വന്നിട്ട്. വീടിന്റെ വുഡൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവാണ്. ഫ്രണ്ടിലെ ഫുള്ളും നമുക്ക് പ്ലാവാണ്. ഈ വീട്ടിൽ നിന്ന് നമുക്ക് തമ്പാനൂർ പോകാൻ 11 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 14 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഈ വീട് വാങ്ങാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. ഈ വീടിന് ചോദിക്കുന്ന 90 ലക്ഷം രൂപയ്ക്ക് അകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വില്ലയ്ക്കകത്ത് നമുക്ക് ഈ വീട് കാണാൻ വരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെയും കുറച്ച് വീടുണ്ട്. അതും നമുക്ക് കാണാനേ ഉള്ളൂ. അപ്പോൾ ഈ വീടിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീട് വാങ്ങാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിലും താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തെന്തായാലും നമുക്ക് പുതിയൊരു വില്ല പ്രോജക്റ്റ് ആയിട്ട് കാണാം. അതൊരിക്കൽ എല്ലാവർക്കും ബൈ.